തീർച്ചയായിട്ടും ഇന്ത്യ തിരിച്ചടിക്കുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഏറ്റവും ഉയർന്നു വന്നത് തിരിച്ചടിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉയർന്നു വന്നപ്പോൾ വളരെ പക്വതയോടുകൂടിയാണ് ഇന്ത്യ പെരുമാറിയിട്ടുള്ളത്. കാരണം ആദ്യം ഇന്ത്യ ചെയ്തെന്ന് പറയുന്നത് ലോകരാജ്യങ്ങളുടെ അവരുടെ പിന്തുണ നേടുക എന്നുള്ളത്, പ്രത്യേകിച്ച് G20 രാജ്യങ്ങളുടെ പിന്തുണ നേടുക, 16ഓളം രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി സംസാരിക്കുക, പ്രധാനമന്ത്രി നേരിട്ട് സംസാരിക്കുക, അതുപോലെ തന്നെ ഇവിടെയുള്ള ഇന്ത്യൻ മറ്റുള്ള രാജ്യങ്ങളുടെ അംബാസഡർമാരെ നേരിട്ട് വിളിച്ചു വരുത്തി അവരോട് ഇന്ത്യയിലുള്ള പ്രതിനിധികളെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും അവരുടെ പിന്തുണ നേടുകയും ചെയ്യുക. അങ്ങനെ വലിയ രീതിയിലുള്ള ബുദ്ധിപരമായ നീക്കമാണ് ഇന്ത്യ എല്ലാ പ്രാവശ്യം ചെയ്തിട്ടുള്ളത്. അതുതന്നെയാണ് ഇപ്രാവശ്യം ചെയ്യുക എന്നുള്ളതാണ്. ഇന്ത്യ എപ്പോഴും ചെയ്യുക എന്ന് പറയുന്നത്, ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിന് ശക്തമായ തിരിച്ചടി ഏത് കാലത്താണെങ്കിലും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതുതന്നെയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ചെയ്തത്. കാരണം പ്രധാനമന്ത്രി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, നമുക്കിപ്പം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഇങ്ങനെ ഇന്ത്യ പേടിച്ചാൽ തന്നെ, ഇങ്ങനെ ചെയ്യുമെന്ന് ചിന്തിച്ചാൽ തന്നെ പാകിസ്ഥാൻ വിറയ്ക്കും എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങളും എല്ലാം പറയുമ്പോൾ തന്നെ അവരാകെ പ്രശ്നമാകുകയാണ്. അപ്പോഴത്തേക്കും അവിടെ വിലക്കയറ്റം കൂടി, അവിടെ ജനങ്ങൾ തമ്മിലടിക്കാൻ തുടങ്ങി. കാരണം നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇങ്ങനെ പറഞ്ഞാൽ മതി. നമ്മളിങ്ങനെ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാൽ പോലും അതുപോലും സഹിക്കാനുള്ള ഒരു കപ്പാസിറ്റിയുള്ള രാജ്യമല്ല പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ലോക രാജ്യങ്ങളിൽ പാകിസ്ഥാൻ്റെ മുഖം കൂടുതൽ വികൃതമായി എന്നുള്ളതാണ്. അവരെ എങ്ങനെ മോശക്കാരാക്കി എന്നുള്ളത് അവർക്ക് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഒരു രാജ്യം തെമ്മാടി രാജ്യം എന്ന് പറയുമ്പോൾ പോലും മിണ്ടാൻ ആളില്ല എന്നുള്ളതാണ്. ഒരു രാജ്യം വളരെ മോശമായി അഭിസംബോധന ചെയ്യുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളെ എതിർക്കേണ്ടതാണ്. ഒരാൾ പോലും എതിർത്തില്ല എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അവർ വലിയ പ്രതിസന്ധിയാണ് ഈ സമയത്ത് പാകിസ്ഥാൻ നേരിടുന്നുള്ളത്. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ മക്കൾ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരാൾ മരിച്ചവരെ വരെ തിരിച്ചടിയെ പണ്ടും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നും ഇന്നലെയൊന്നുമല്ല. ഒരു അറ്റാക്ക് അവിടുന്ന്, ഒരു വെടിവെപ്പ് അവിടെ നടക്കുമ്പോൾ ഇവിടുന്ന് 3 വെടിവെപ്പ് തിരിച്ച് നടക്കുന്നു. പണ്ടും അങ്ങനെ തന്നെയാണല്ലോ ഇന്ത്യ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കും എന്നുള്ള കാര്യത്തിൽ ഡൗട്ടും വേണ്ട. ഇന്ത്യയുടെ കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം വിനോദസഞ്ചാരമാണ് അവിടെ പ്രധാനപ്പെട്ട വരുമാനം. അവിടെ സാധാരണ ജനങ്ങളുടെ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് എന്താണ്? ഈ വിനോദസഞ്ചാരമാണ്. ആ വിനോദസഞ്ചാരത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിച്ചു പോകുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എത്രയും പെട്ടെന്ന് ആ പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളതാണ് അവരെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത്. അപ്പോൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ ജനങ്ങളും ഇന്ത്യയുടെ ഒപ്പം, സർക്കാരിൻ്റെ ഒപ്പം തന്നെയാണ്. ഒരു ഭിന്നസ്വരം പോലും നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് കേട്ടില്ലല്ലോ, ഇന്ത്യയിൽ നിന്ന് കേട്ടില്ലല്ലോ. ഒരു ഭിന്നസ്വരം പോലും കാശ്മീരിൽ നിന്ന് കേട്ടിട്ടില്ലല്ലോ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരും ഒരുപോലെ നിന്നിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത്? ഇന്ത്യയിലും പ്രധാനമന്ത്രിക്കും നമ്മുടെ മന്ത്രിസഭയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രധാനമന്ത്രി ചെയ്ത പൂർണ്ണ അനുവാദം കൊടുക്കുകയാണ് സൈന്യത്തിന് ചെയ്തിരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും അരുൺ സാർ നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണ അനുവാദം കൊടുക്കലാണ് ഇന്ത്യ ചെയ്തിട്ടുള്ളത്. കാരണം സൈന്യമാണ് തിരിച്ചടിക്കേണ്ടത്. കാരണം ഒരു യുദ്ധം പ്രഖ്യാപിക്കാമെന്നപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഒരു 4 ഭീകരർ വന്ന് കുറേ ആൾക്കാർ വെടിവെച്ചത് കൊണ്ട് ഒരു രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന പറഞ്ഞൊരു ശ്ലാഘനീയമായ കാര്യം തന്നെയല്ല. പക്ഷേ അതങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു രാജ്യം അതിന് വെള്ളവും കൊടുത്ത് വളർത്തുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യമാണ്, ഇന്ത്യയുടെ ആവശ്യമാണ്. അത് തിരിച്ചടിക്കുക തന്നെ ചെയ്യും. പക്ഷേ അത് എങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് സൈന്യമാണ്. അത് ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സൈന്യം മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഓരോ യോഗങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പ്രധാനമന്ത്രി ചേർക്കുന്ന ഓരോ യോഗങ്ങളും കാണുന്ന പാകിസ്ഥാൻ്റെ മുന്നിൽ ഇന്ന് രാത്രി അടിക്കും എന്നുള്ള നിലയ്ക്കുള്ള ഒരു പേടി സമയത്തുണ്ട്. കാരണം അന്നത്തെ ദിവസം തുടങ്ങി നമ്മൾ ആ ആക്രമണം നടങ്ങിയ പിറ്റേ ദിവസം തുടങ്ങി പാകിസ്ഥാനെ ചർച്ച എന്ന് പറയുന്നത് യുദ്ധം പ്രഖ്യാപിച്ചു എന്നുള്ള നിലയ്ക്കാണ്. ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കും എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അവിടുത്തെ രാജ്യത്തെ നമുക്ക് അങ്ങനെ ഒരു പേടിയില്ലല്ലോ. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരന് പാകിസ്ഥാൻ നമ്മുടെ നേരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരു പേടി നമുക്ക് തോന്നിയിട്ടുണ്ടോ? നമ്മുടെ മനസ്സിൽ പോലും വന്നിട്ടില്ല. പക്ഷേ നേരെ തിരിച്ചങ്ങനെയല്ല. പാകിസ്ഥാനിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ തിരിച്ചടിച്ചാൽ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്നുള്ളത് അവർക്കല്ല. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഭാര്യയും മക്കളെ എല്ലാം രാജ്യത്ത് നിന്ന് പുറത്തേക്ക് വിടുകയാണ്. അവിടുത്തെ നാഷണൽ മാധ്യമങ്ങൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, പ്രധാനപ്പെട്ട ഫ്ലൈറ്റുകൾ മുഴുവൻ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത് ഇവരുടെ കുടുംബത്തെയും കൊണ്ടാണ്. കാരണം അവർ പ്രധാനപ്പെട്ടവരെല്ലാവരും ഈ തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ ആണവായുധത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. അവരുടെ മുന്നിൽ നമ്മൾ പേടിപ്പിക്കാൻ പറ്റിയ സാധനം ആണവായുധമാണ്. അതിനെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. അപ്പം ഒരിക്കലും ഇന്ത്യ യുദ്ധം പ്രഖ്യാപിക്കും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ശക്തമായി ഈ തിരിച്ചടി എന്ന് പറയുന്നത് ശക്തമായ തിരിച്ചടിയായിരിക്കും. അത് ലോകരാജ്യങ്ങൾക്ക് കൂടെ മനസ്സിലാകുന്ന രീതിയിലായിരിക്കും തിരിച്ചടിക്കുക എന്നുള്ളതാണ്. അത് അമേരിക്കയ്ക്ക് പിന്നീട് മനസ്സിലാകുന്നുണ്ട്. അമേരിക്ക ആദ്യം പെട്ടെന്ന് കയറി ഇന്ത്യനെ സപ്പോർട്ട് ചെയ്തെങ്കിലും ഇത് വലിയ രീതിയിലേക്ക് തിരിച്ചടിക്കുമോ എന്നുള്ളത് പെട്ടെന്ന് പേടിച്ചു പോയി. അപ്പം എന്ത് സംഭവിച്ചു? അത് മയപ്പെടുത്തി ആ ശൈലിയിലേക്ക് മാറ്റി. പക്ഷേ റഷ്യ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഉക്രൈൻ വേറെ ഒരു കാര്യം പറഞ്ഞു. ഉക്രൈൻ അവിടെ ഒരു വിമാനം ഇറങ്ങിയപ്പോൾ ഉക്രൈൻ പറഞ്ഞു, ഞങ്ങൾ ഒരു സാധനം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞത്.
അല്ലേ? അത് പിന്നെ അങ്ങോട്ട് പിന്നെ എന്താണ് ഒരു തുർക്കി പറഞ്ഞത് അവിടെ ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞങ്ങൾ ഒരു സാധനം പോലും കൊടുത്തില്ല. ഞങ്ങൾ അങ്ങനെ യുദ്ധത്തിന് അനുകൂലമായിട്ട് ഒരു സംവിധാനം. അപ്പം 2-3 ദിവസം മുന്നേ പറഞ്ഞത് തുർക്കി പാകിസ്ഥാന് അനുകൂലമായി പറഞ്ഞു എന്ന് പറഞ്ഞ തുർക്കിയാണ് സെക്കൻഡ് കൊണ്ട് മാറ്റി പറഞ്ഞത്. അങ്ങനെ മാറ്റി പറയാൻ ഒരു കാരണമുണ്ട്. തുർക്കിയുടെ ബദ്ധവൈരിയായിട്ടുള്ള ഗ്രീസ് പറഞ്ഞു ഞങ്ങളുടെ പൂർണ്ണ സഹായവും ഇന്ത്യക്കാണെന്നുള്ളത്. അപ്പോൾ ആകെ ഇതും കൊണ്ട് ഗുണം കിട്ടാൻ ഉദ്ദേശിക്കുന്ന ആകെ ചൈന മാത്രമാണ്. അതെല്ലാ കാലവും ചൈന അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ചൈനേൻ്റെ ഒരു പിന്നെ എന്താണ് സപ്പോർട്ട് നമ്മൾ ഇന്ത്യയോട് പ്രതീക്ഷിച്ചിട്ടുമില്ല. അതവരങ്ങനെ പറഞ്ഞിരിക്കും. പക്ഷേ വേറെ 10 പടക്കം ചിലവാകും. അത്രേ ഉള്ളൂ. ഇവിടെ തൃശ്ശൂർ പൊട്ടി പോലെ ആയിരിക്കും. അപ്പോൾ അതിനപ്പുറം ഇട്ടാൻ വഴിയില്ല. അപ്പോൾ അതുപോലെയുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ശരിയാണ്, ഇത്രയുള്ള കാര്യമായിരിക്കും. ഇന്ത്യ തിരിച്ചടിക്കും എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ സർക്കാർ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾ അത് അത് പറഞ്ഞാൽ മതി. നമുക്കത് കേട്ടാൽ മതി. ഞങ്ങളിത് തിരിച്ചടിക്കും എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണ വിശ്വാസത്തിലാണ് നമ്മളിരിക്കുക. നമുക്കിപ്പം ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ നമുക്ക് ആർക്കും തിരിച്ചടിക്കില്ല എന്നൊരു മൈൻഡ് സെറ്റ് ഇല്ലല്ലോ. തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാൽ തിരിച്ചറിയും. ഇന്ത്യയുടെ പ്രധാനമന്ത്രി തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കും എന്നുള്ളതാണ്. അപ്പം തിരിച്ചടി കൊള്ളാനുള്ള ശേഷി പാകിസ്ഥാനുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ എന്തായാലും 100% ഉറപ്പാണ് തിരിച്ചടിക്കുമെന്നുള്ളത്. Meet the editors.